യേശുവേ യേശു മകളതെ ഓ ഇതിന്റെ കാലേ വല്ലാതെ തരിക്കുന്നു മടക്കി വെച്ചപ്പോഴേ ആ സോഫയെ കൊണ്ട് അത് നീട്ടി വെക്കാനല്ലേ. ഓക്കെ പറ പിടി മലയെടുക്കാൻ തുമ്പിക്ക് വെച്ചൂല. തുമ്പി ആവണ ചെയ്യേ വാ പിടി. അയ്യോ അയ്യോ ഇതാകുമ്പോഴേ ഇങ്ങനെ നീട്ടി വെച്ചിരിക്കാം. ഇങ്ങനെ ഇരിക്കാം. ഓക്കെ അല്ലേ? ഓ ശരി. അയ്യോ ഫോണ് അമ്മമാരെ വിളിക്കണ്ട. അമ്മമാര് സഹായിക്കുന്ന മനസ്സിൽ പ്രാപിക്കൊണ്ടായിരിക്കും സഹായിക്കുന്നത്. അയ്യോ 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 യേശുവേ കേശു ഇവിടെ മക്കളെ അച്ഛനെ ഞാൻ ഇപ്പൊ ഇവിടെ കൊണ്ടിരുത്തിയില്ലേ? എടാ ഞാൻ ഫോൺ ഇവിടെ എടുക്കാൻ മറന്നു വേടാ. എടുക്കാൻ വന്നപ്പോ ഇവിടെ നമ്മൾ കാല് പെട്ടെന്ന് കയറി കുളത്തി. എന്നെ വിളിച്ചിട്ട് നീ ഞാൻ എടുത്തോണ്ട് തരത്തില്ലായിരുന്ന ഫോൺ. നിങ്ങൾ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കണത്? എനിക്കാണെങ്കിൽ അങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഇഷ്ടമല്ല. അയ്യോ അയ്യോ ഓക്കെ ആ അയ്യോ അയ്യോ പിന്നെ മറന്നു ഫോണിരിക്കുന്ന പാറേ മക്കളെ പാറോ പാറൂട്ടി എന്താ മക്കളെ പിന്നെ മറന്ന് ആ ഫോൺ അവിടെ ഇരിക്കണം എടുത്ത മേശയിൽ. കഷ്ടം തന്നെ. ഇത് ആദ്യമേ ചെയ്തിരുന്നെങ്കിലോ? മറന്നു പോയ മക്കളെ. അയ്യോ എന്താ അമ്മ ഞാനും പറയാ അവള് രക്ഷപ്പെട്ടേണ് കേട്ടാ. രക്ഷപ്പെട്ടേണ് അവള്. ഈ കാലിങ്ങനെ വേനയാണെങ്കിലേ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടാ കാണിക്കായിരുന്നില്ലേ? ആ വരട്ടെ വരട്ടെ വരട്ടെ. ആര് വരട്ടെന്ന് ഒന്ന് എഴുന്നേറ്റ് വാപാലും ഇങ്ങോട്ട്. ചുമ്മാ തലക്കാടി ഇവിടെ വയ്യ കളിക്കണത്. ആ ഇത് തന്നെ ഞാൻ പറയണത്. നിങ്ങൾ എണീറ്റിട്ടെ ആ കാലൊന്ന് നീട്ടി വെച്ചേ, അപ്പൊ ശരിയാവും. കാല് നേരെ ഒന്നും ഇവിടെ കുത്താൻ വയ്യ പിന്നെ നീട്ടി വെക്കണത്. അതെനിക്കും പറയാനുള്ളു. നിങ്ങളെ അതൊന്ന് എഴുന്നേറ്റിട്ട് കാല് നീട്ടി വെച്ച് നടന്നു നോക്കുക, അപ്പൊ വേദന മാറും. കാല് കുത്താൻ വയ്യ പിന്നെ നടക്കണത്. അപ്പൊ ഇനി നടക്കാൻ ശ്രമിക്കണില്ലേ? അപ്പൊ ഇനി ഞാൻ ശ്രമിക്കാത്തതാണ് പറ്റിൻ്റെ അടി. എന്നെ കൊണ്ട് നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ ശരിയാവില്ല. ഞാൻ സ്കൂളിൽ പിടിച്ചോണ്ടിരുന്നത് ഞാൻ ഒറ്റയ്ക്കാ. എന്റെ മൂത്ത മോനെ വിളിയടി. മുടിയനെ വിളി. മുടിയാടേ മുടിയോ ഇതോടെ അവിടെ എടാ അച്ഛനെ ഇവിടുന്ന് ആ സ്റ്റൂളെ കൂടെ ഒന്ന് പ്രതിഷ്ഠിക്കേ. ഉണ്ട് പ്രതീക്ഷിക്കാനാ? ആ ഈ പ്രതീക്ഷിക്കുന്നേ പ്രതീക്ഷിച്ചേ. ഓക്കെ 1 2 വയ്യായിരിക്കുന്ന ഒരാളാണ് നേരെ. ഒന്നുകൂടി വാ കളിക്കാനാ? കളിക്കല്ല, സീരിയസ് ആണ്. ഒന്ന് റെഡി 3 2 1. ഇത് മനഃപൂർവ്വം നിങ്ങൾ മനഃപൂർവ്വം പിടിച്ചാടോട്ട് ഇടുക കേട്ടോ. ഇല്ലെന്നാ അച്ഛൻ ഇത്ര ഒരു ലെഫ്റ്റ് ലെഗിൽ ഒരു വയ്യാതിരിക്കുമ്പോ ശരീരത്തിന് ഇരട്ടി ഭാരമാണ്. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് നീ എണീക്ക്. ആ 3 കാല് നേരെ വെക്ക്. ഇനിയും വളയ്ക്കാൻ പറ്റില്ല. 3 2 നേരെ വെച്ചൂടെ? അങ്ങനെ മൂന്നാൻ പറ്റൂല കാല്. ഇതെന്താ എല്ലാരും കൂടെ അച്ഛനെ പൊക്കി കളിക്കണ? ലച്ചു വരാൻ കുറച്ച് താമസിച്ച് അച്ഛനെ പിടിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, ഇനി വന്നോളൂ. അച്ഛാ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഹോസ്പിറ്റലിലോട്ട് കാണിക്കണതാണ് നല്ലത് അല്ലേ? വരട്ടെ നോക്കാട്ടെ വരട്ടെ. എന്ത് നോക്കാൻ? ഇനി നോക്കിയില്ലെങ്കിൽ അച്ഛനെ നടക്കാൻ പറ്റാണ്ടാവൂട്ടാ. ഇപ്പോഴേ നടക്കാൻ വയ്യല്ല. എനിക്ക് കാല് നേരെ ആവൂലേ, നടക്കാൻ പറ്റൂലേ? അത് നിങ്ങൾ തന്നെ വിചാരിക്കണം നടക്കണമെങ്കിൽ. ഒന്നിനും ഒന്നാലും ദുരന്തങ്ങൾ വന്നോണ്ടിരിക്കണല്ലോ പോവാനെ. അത് അച്ഛനെ മാത്രം വരുന്ന ആലോചിക്കുമ്പോഴാണ് അത്ഭുതം. അച്ഛന് മാത്രം വരുന്നാടാ ഇത് അത്ഭുതം നിനക്ക്? ഞാൻ ഒന്നും ശരിയാവില്ല, ഞാൻ പോണു. വയ്യാത്ത അച്ഛൻ്റെ അടുത്തേക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് അല്ല എനിക്ക്. അതല്ല അച്ഛൻ കുറച്ച് വർക്കിന്റെ കാര്യങ്ങളുണ്ടെന്നേ. ലച്ചേ ബാ. ലച്ചു എന്ത് ഇവിടെ ഇരുന്നപ്പോഴേ എന്താ പറയുക, ഒരു ബുദ്ധിമുട്ട്. കാലും നല്ല വേന. എന്നാ സോഫയെ കൊണ്ടിരുത്ത്. ദൈവമേ, വയ്യെങ്കിൽ ഞാൻ എഴുതി നോക്കണം. എഴയാൻ സമയമായിട്ടില്ല. പടി ഒരു ഏനത്തിന് പിടിച്ചില്ല, അത് വീണ്ടും ഓടി. ഞാൻ ഫ്രീ ആയിട്ട് ഇട്ടേരല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടെ കാല് നീട്ടി വെക്കും. കാല് നീട്ടി വെക്കാണ് പറ്റോ? എല്ലാ ദേഷ്യം കൂടെ ഇപ്പൊ തീർക്കണല്ലേ. പോട്. അയ്യോ പോ. ഇനി വാ, ആ പുസ്തകം
പേന ഉണ്ടോ നോക്കടി ഇവിടെ? പേന ഉണ്ടോ നോക്കടി? അത് തുറന്നു നോക്ക്. ആ പുസ്തകം എടുത്ത് ആ ഉണ്ട് പോ. ഇങ്ങ് വാ. ഈ കാലെടുത്ത് ഇവിടെ ലച്ചുവേ ആ അടുക്കളയിലെ പണി മൊത്തം നോക്കിക്കോ, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഈ കാലെടുത്ത് ഇവിടെ വെച്ചാ ഈ കാലെടുത്ത് വെച്ചാടി വയ്യായിരിക്കണം. ഈ കാലെടുത്ത് വേടി. ആ ഓ ഇങ്ങ് വാ. അല്ല വേണ്ട പോ. ഇതിനൊക്കെ അടക്കള പണിയൊന്നുമില്ല നിനക്ക്. ഇല്ല. ഇതിന് ഇവിടെ വന്നിരിക്കുന്നത് ഇതറിയാലോ, അടുക്കള പണിയുണ്ടെന്ന് അറിയാലോ, പിന്നെ എന്തിനു പോകുമ്പോ പോകും. പിന്നെ എണീറ്റ് പാടി. അയ്യോ അയ്യോ